കാം ഡൗൺ, സമാധാനപരമായി നിന്നിട്ട് ദേഷ്യത്തെ നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയും. അതിന് ഹബീബിന്റെ ട്രെയിനിങ് വേണം സല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്തുനബി തങ്ങളുടെ ചില ടീച്ചിങ് ടെക്നിക്കുകളുണ്ട്, അത് പഠിച്ചാൽ വളരെ എളുപ്പമാണ്. നബി തങ്ങളുടെ സുന്നത്തുകളാണ്, അതുപോലെ അങ്ങ് ചെയ്താൽ ഏത് പിശാചിനെയും നമുക്ക് അവിടെ വരച്ച വരയിൽ നിർത്താൻ കഴിയും. അള്ളാഹു ഒരുപാട് അധ്യാപകന്മാരുണ്ടായി, ഉസ്താദുമാരൊക്കെ ഇവിടെ ഉണ്ട്. വലിയ തലവേദനയുള്ള ജോലിയാണത്. എത്രയോ ആളുകൾ ഒരുപക്ഷെ ലൈവ് വ്യൂവേഴ്സിൽ കാണും, അധ്യാപകന്മാർ, അധ്യാപികമാർ. അവർക്കൊക്കെ അവരുടെ ജോലി ഭംഗിയായി ചെയ്യാനുള്ള തൗഫീഖ് അള്ളാഹു നൽകട്ടെ. കഴിഞ്ഞ ഒരു കാലം ഇത് നല്ല എളുപ്പമുള്ള ജോലിയായിരുന്നു. കുറച്ച് കാലം വരെ, ഒരു 4-5 കൊല്ലം വരെ വലിയ പണിയൊന്നുമില്ലാത്ത ജോലിയായിരുന്നു. ഇപ്പോൾ മുഴുവൻ സമയവും അധ്വാനിക്കേണ്ട ജോലിയാണ്, തീർത്താൽ തീരാത്ത ജോലിയാണ് അധ്യാപനം, പ്രത്യേകിച്ച് ഗൾഫ് നാടുകളിൽ. അള്ളാഹു എല്ലാ മക്കളെയും, പഠിക്കുന്ന മക്കളെയും നല്ല ഉന്നത വിജയങ്ങളിലേക്ക് അള്ളാഹു എത്തിക്കട്ടെ. അവരുടെ അധ്യാപകർക്ക് അവർക്ക് നല്ല നിലയിൽ പഠിപ്പിച്ചു കൊടുക്കാനുള്ള തൗഫീഖും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മുടെ വീടുകളിലേക്ക് വരാം. നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ ഒരാളും ബഹളം വെച്ച് സംസാരിക്കരുത്. ചൂടാവുക, വാപ്പ ഒച്ച വെച്ച് സംസാരിച്ചു, ഇത് കൊച്ചു കുട്ടി കണ്ടാൽ ആ കുട്ടി അങ്ങനെയാ പിന്നെ സംസാരിക്കാൻ പോകുന്നത്, അത് ബഹളമയമാവും. പിന്നെ ആരുടെ ഒച്ചയാണോ കൂടുതൽ അവൻ ജയിക്കും എന്ന അർത്ഥത്തിൽ വരും. അങ്ങനെയല്ല, ന്യായമാണ് ജയിക്കേണ്ടത്, ന്യായമാണ് ജയിക്കേണ്ടത്. യു ഹാവ് ഡൺ സംതിങ് റോങ്, നമ്മളൊരു തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് നമ്മൾക്ക് ബോധ്യപ്പെട്ടാൽ ഏതൊരു മനുഷ്യൻ്റെയും മനസ്സിനെ അല്ലാഹു വെച്ച നന്മയും തിന്മയും മനസ്സിലാക്കുന്ന ഒരു ഹിദായത്ത് അല്ലാഹു കൊടുത്തിട്ടുണ്ട്. അത് ഏത് കുട്ടിക്കും ചെയ്തത് തെറ്റാണെന്ന് ബോധിപ്പിച്ചു കൊടുത്താൽ മതി. അതിന് ആജാനുബാഹുവായി സിംഹം പോലെ വന്നിരിക്കേണ്ട ഒരാവശ്യമില്ല. അത് കാര്യമായി പറഞ്ഞു കൊടുത്താൽ അത് സാധ്യമാണ്. അള്ളാഹു നമ്മളെയൊക്കെ നല്ല വാപ്പമാരും നല്ല ഉമ്മമാരുമാക്കി തരട്ടെ. നമ്മളൊന്നും ഒരു പാരന്റിങ് ട്രെയിനിങ് നടത്താറില്ല. നമ്മുടെ CSE ദാർഹുദയുടെ ഹുദവി സുഹൃത്തുക്കൾ നടത്തുന്ന ഒരു ട്രെയിനിങ് കോഴ്സ് ഉണ്ട്, പാണക്കാട് വെച്ച് നടക്കുന്ന. വിവാഹം കഴിക്കാൻ പോകുന്നവരും വിവാഹിതരായി കഴിഞ്ഞവരും ഖത്തീബ് ഉസ്താദുമാർക്കും ഖത്തീബാകാൻ പോകുന്നവർക്കൊക്കെയുള്ള ട്രെയിനിങ് നടക്കാറുണ്ട്. എങ്ങനെ ഒരു നല്ല വാപ്പയാവാം. നമ്മളൊക്കെ കുട്ടിയായി വിശേഷമുണ്ട് എന്ന് അറിയുമ്പോഴാണ്, ഞാൻ വാപ്പയാൻ പോവുകയാണല്ലേ, കുട്ടിയായി, പിന്നെ അടുത്ത കുട്ടിയായി, രണ്ടാമത്തതായി, അങ്ങനെ പോകുക എന്നല്ലാണ്ട് ഒരു നല്ല വാപ്പയാവാൻ, ഒരു നല്ല ഉമ്മയാവാൻ എന്തൊക്കെ അറിയണം എന്ന് നമ്മുടെ നാട്ടിൽ, നമ്മുടെ സമൂഹത്തിൽ പല ആൾക്കും അറിയില്ല എന്നതാണ് വസ്തുത. കുറേ പ്രസവിച്ചിട്ടുണ്ട്, കുറേ കുട്ടികളുടെ വാപ്പയാണെന്ന് വാപ്പ പറയും, ഞാൻ ഇത്ര 3 പെറ്റ ഉമ്മയാണെന്ന്, 4 പെറ്റ ഉമ്മയാണെന്ന് ഭാര്യ പറയും. ഇതിൽ കവിഞ്ഞ് നിങ്ങൾ നല്ലൊരു ഉമ്മയാണോ, നിങ്ങൾ നല്ലൊരു ഉപ്പയാണോ എന്ന് ചോദിച്ചാൽ അറിയില്ല. അങ്ങനെയൊക്കെ പോകുന്നുണ്ട്. അള്ളാഹിന്റെ കുതിരത്തോണ്ട് സാമാരുടെ ദ്വാരക്കാൻ പറയുന്നുണ്ട്, നല്ല കുട്ടികളാക്കി തരാൻ ദ്വാരക്കണേ. അത്രേ നമ്മുടെ കയ്യിലുള്ളൂ. അതെങ്കിലും ഇരിക്കട്ടെ.